നമസ്കാരം. ആദ്യമായി വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ രാധാകുറും. അപ്പോൾ ഇന്ന് ഞാൻ 2-3 ദിവസമായിട്ട് ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ മിടുക്കരായിട്ട് വളർത്താം. ഇപ്പോൾ സമൂഹത്തിന് നല്ലവരായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വീടിന് നല്ലവരായാൽ മതി, അത് സമൂഹത്തിന് നല്ലവരായിട്ട് തീരുമല്ലേ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കല്യാണം കഴിച്ച കുഞ്ഞുങ്ങളുണ്ടായ സാധാരണ ചെറിയ പ്രായം തൊട്ട് ഉള്ള ആളുകളുടെ ചിന്തയെന്ന് പറഞ്ഞാൽ അവരുടെ മക്കള് നല്ല കുട്ടികളായിട്ട് വളരണം, മറ്റുള്ളവർക്ക് മാതൃകയാവണം. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം അല്ലേ, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലവരായിട്ട് വളരണം, അല്ലെ നല്ല ശീലങ്ങളാവണം എന്നൊക്കെയുള്ളത്. ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ വളരുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഒരു പരിധിവരെ നമുക്കും അതിൽ പങ്കുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ അച്ഛനും അമ്മയും രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാ. അപ്പം അവരുടെ ജോലി കഴിഞ്ഞൊന്നും മിക്കവാറും ഉള്ളവർ ഒരു പകുതി ആളുകൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നവരായിരിക്കും. അവർക്ക് വർക്ക് ലോഡ് കൂടുതലും ആയിരിക്കും. നമ്മുടെ ഗവൺമെന്റ് ജോലിയുടെ അത്രയും നമുക്ക് ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോ കാര്യങ്ങളോ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് കിട്ടുന്നില്ലായിരിക്കും നമ്മുടെ ഈ ഗവൺമെന്റ് ജോലി, ഈ പ്രൈവറ്റ് ജോലികൾ. അപ്പം നമ്മുടെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ വളരെ പരിക്ഷീണരായിട്ടും വളരെ ബുദ്ധിമുട്ടിയൊക്കെ ആയിരിക്കും വീട്ടിലേക്ക് എത്തുന്നത്. പിന്നെ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട്ടിലെ കാര്യങ്ങളും വീട്ടിൽ സാധനങ്ങളും വാങ്ങിച്ചു എല്ലാം പറക്കി കെട്ടി വന്നു കഴിയുന്നുണ്ടെ അവർക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനൊന്നും ചിലപ്പം സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ 2-3 കാര്യങ്ങളെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരുപാട് വീഡിയോ ലെങ്തി ആയാൽ ആരും കാണത്തില്ലെന്നൊക്കെ എനിക്കറിയാം. എന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലവരായി വളർത്താൻ കുറച്ചൊക്കെ നമുക്കും കഴിയും. നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ അച്ഛനും അമ്മയും രണ്ടുപേരും നാട്ടിലുണ്ടെങ്കിൽ, ചില അച്ഛന്മാർ നാട്ടിൽ കാണത്തില്ലായിരിക്കും. അപ്പം അമ്മയുണ്ടല്ലോ, അമ്മൂമ്മ അങ്ങനെ ആൻറ്റിമാർ അങ്ങനെയൊക്കെ കാണുമല്ലോ. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് നമ്മൾ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള അങ്ങനെയൊന്നുള്ള ആളുകളല്ലേ നമ്മൾ എന്നുള്ള ആ ചിന്ത വേണ്ട. ഒരമ്പലത്തിൽ പോയാലും മതി, അല്ല ഏതൊരു നമുക്ക് ഏത് മതത്തിൽപ്പെട്ടവർക്കാണെങ്കിലും അവരവരുടെ ആരാധനാലയങ്ങളിൽ പോയാലും മതി. ഒരു ഔട്ടിങ്, ജസ്റ്റ് ഒരു ഔട്ടിങ്, അത്ര ഒരുപാട് കാശും കാര്യങ്ങളൊന്നും ആവത്തില്ല. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുവോ, അവരെ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ടൗണിലൊക്കെ ഒന്ന് കറങ്ങിയെടുത്ത് പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പകുതി അവർക്ക് സമാധാനമായി, സന്തോഷമായി. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അന്നെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പോലും അപ്പം നമുക്ക് ആ കുഞ്ഞുങ്ങൾക്കൊരു ഡെയിലി റൊട്ടീൻ പോലെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. ആ ആഴ്ചയിലെ വിഷയങ്ങളുടെ ചെയ്യുക. എന്നും ഉള്ള കാര്യങ്ങൾ ചോദിക്കണമെന്നും പറയണമെന്നും അല്ല ഞാൻ പറയുന്നത്. ആ ആഴ്ചയിൽ സന്തോഷമുണ്ടായ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ ആ ഒരാഴ്ചയിൽ എന്തൊക്കെ സന്തോഷങ്ങളുണ്ടായെന്ന് നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ അത് നല്ല കാര്യങ്ങളാണെങ്കിൽ അവരെ അപ്രീസിയേറ്റ് ചെയ്യാം. അപ്രീസിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് യാതൊരു ചെലവും ഇല്ല. അവരെ അപ്രീസിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യണം. അപ്പോൾ അവർക്ക് ആത്മവിശ്വാസം കൂടും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചീത്ത കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചോ ആ ആഴ്ചയിൽ എന്ന് ഉള്ളതും നമ്മൾ അന്വേഷിക്കണം. ഇപ്പൊ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയോ, എന്തിനാണ് അടി കിട്ടിയത്, വീണോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, സ്കൂളിലെ കൂട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായോ എന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കണം. അതിന്റെ നെഗറ്റീവ് വശങ്ങൾ ചോദിക്കണം. എന്നിട്ട് അവരെ പറഞ്ഞ്, അതിന് വഴക്ക് പറയുകയല്ല ചെയ്യേണ്ടത്, അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതിന് ഇന്നതാണ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ മാക്സിമം കൂട്ടുകാരോട് വഴക്കുണ്ടാക്കാതെ തന്നെ പോകാനുള്ളത്. നമുക്ക് ഒരു മത്സരത്തിന്റെ ആവശ്യമേ ഇല്ല. മനസ്സിലൊരു മത്സരം വേണം, പഠിക്കണം, എനിക്ക് നല്ല മാർക്ക് കിട്ടണം, ആ ഒരു മത്സരം വേണം ഓഫ് കോഴ്സ്. ബട്ട് നമ്മൾ കുട്ടികളുമായിട്ട് വേറൊരു തരത്തിൽ ഒരു താരതമ്യമോ ഒരു മത്സരവും വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ജീവിതത്തിന്റെ പാഠങ്ങൾ വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു അഭിപ്രായം.
അപ്പം അവരെ അത് വിശകലനം ചെയ്തിട്ട് നല്ലതേത് ചീത്ത ഏത് രീതിയിൽ അതിനെ അവർ സമീപിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കുകൾ വായിക്കാൻ കൊടുക്കാം. ഈ ടിവിയും ഈ ഫോണും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ബുക്കുകൾ വായിക്കാൻ കൊടുക്കാം. ബുക്കുകൾ വായിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബുക്കുകൾ വായിക്കുമ്പം അവരുടെ ഒരു ഭാവന ഉണ്ടാവും അവരുടെ മനസ്സിൽ. അപ്പം നമ്മളിപ്പം രാമന്റെയും സീതയുടെ ഒരു കഥ വായിക്കുകയാണെങ്കിൽ അതിനകത്ത് പടങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊരു രാമനെ ഇമാജിൻ ചെയ്യും, ഒരു സീതയെ ഇമാജിൻ ചെയ്യും. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഏതിനെക്കുറിച്ച് ആണ് നമ്മൾ പഠിക്കുന്നത്, ഏതിനെക്കുറിച്ചാണ് വായിക്കുന്നത്, അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്കുണ്ടാവും. ഇമാജിൻ ചെയ്യാനുള്ള കഴിവുണ്ടാകുമ്പോൾ നമുക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവും. അതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇമാജിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ, കുഞ്ഞിലെ ചെറിയ ചെറിയ പുസ്തകങ്ങൾ വളരും തോറും അവർക്ക് പുസ്തകത്തിനോടുള്ള ആ ഒരു ആഗ്രഹം, ആ ഒരു ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. പിന്നെ അതുപോലെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു അവസരം ഒരിക്കലും കൊടുക്കരുത്. ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും അവരെ നല്ല രീതിയിൽ നല്ല സംയമനത്തോടെ അവരെ അതിൽ നിന്നും ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് അതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അവരിൽ ഉണ്ടാക്കണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം ആ മൊത്തത്തിലുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഔട്ടിങ്ങിന് കൊണ്ടുപോവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളോട് നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ പറയുക, നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുക, ചീത്തയെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അത് ഏത് രീതിയിൽ അവരെ അതിൽ നിന്നും മോചനം കിട്ടണം, അല്ലെ ഏത് രീതിയിൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ നല്ലതിനെ നല്ലതെന്നും മോശത്തിനെ മോശമെന്നും തന്നെ പറഞ്ഞ് അവരെ ഇത് ചെയ്യണം. അതുപോലെ തന്നെ അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകണം. ചെറിയ ചെറിയ ഗിഫ്റ്റ് ആയാലും സാരമില്ല, നമ്മൾ ഒരു ഗിഫ്റ്റൊക്കെ അവർക്ക് ആഴ്ചയിൽ ഒരിക്കലായാലും എന്തെങ്കിലും ഗിഫ്റ്റ്, അതൊരു ചോക്ലേറ്റ് ആകാം, അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് നമ്മൾ കൂടുണ്ട്, എപ്പോഴും നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ തന്നെ പകുതി കുഞ്ഞുങ്ങളും, ഞാൻ കണ്ടിടത്തോളം പകുതി കുഞ്ഞുങ്ങളും അവർ നല്ല അനുസരണയും അച്ചടക്കവും ഉള്ള കുഞ്ഞുങ്ങളായിട്ട് മാറും. ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളെ ഇപ്പൊ പറയുന്നുള്ളൂ. വീണ്ടും ഉള്ള വീഡിയോകളിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ഇത് ശ്രദ്ധിക്കണം, എന്നെ കാണുന്നവർ ശ്രദ്ധിക്കണം. അപ്പം ഈ പോയിന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ കൂടെ കൂട്ടണം. ആദ്യമേ വേൾഡ്. ഓക്കെ, ബൈ.